സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF പ്രചാരണം ആരംഭിച്ചെങ്കിലും നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഓരോ ചുവടും സൂക്ഷ്മതയോടെയാണ് മുന്നോട്ട് വെക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉണ്ടായ ആശയക്കുഴപ്പവും PV അൻവറിന്റെ സമ്മർദ്ദങ്ങളും എങ്ങനെ അനുകൂലമാക്കാനാകുമെന്ന് LDF നിരീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് തിരക്കിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതടക്കം CPIM പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. അതേസമയം മത്സരത്തിന്റെ യാഥാർത്ഥ്യ ബോധമുള്ള BJP ഏറെക്കുറെ പിൻവാങ്ങിയ മട്ടാണ്. BDJSന് സീറ്റ് നൽകിയേക്കുമെന്നാണ് സൂചന. കാണാം RDX റാപ്പ് ആദ്യം. പതിറ്റാണ്ടുകൾക്ക് ശേഷം PV അൻവറിലൂടെ ഇടതു ചാഞ്ഞ മണ്ഡലം, PV അൻവറിലൂടെ തന്നെ ഉരുത്തിരിഞ്ഞ തെരഞ്ഞെടുപ്പ്, മണ്ഡലം നിലനിർത്തുക LDFന് വിശിഷ്യ CPIMന് നിർണായകം. നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ആദ്യകാലങ്ങളിൽ മാത്രമാണ് അവിടെ ചെങ്കൊടി ഉയർന്നു പാറിയത്. പിന്നീട് വർഷങ്ങളോളം കോൺഗ്രസിലെ അധികായനായിരുന്ന ആര്യാടൻ മുഹമ്മദ് മണ്ഡലം കൈപ്പിടിയിലാക്കി വെച്ചു. 2016 ആര്യാടന്റെ മകനെ തോൽപ്പിച്ച് PV അൻവറിലൂടെ LDF മണ്ഡലം തിരികെ പിടിച്ചു. അൻവർ കൂടുവിട്ട് കൂടുചാടി കോൺഗ്രസിന്റെ വാതിൽപ്പടിയിൽ UDF പ്രവേശം കാത്തു നിൽക്കുന്നു. ഇനി അൻവറും കോൺഗ്രസും കൈകൊടുത്താൽ കൂടി സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുണ്ടായ കലാപം, അത് കോൺഗ്രസിലുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾ, മലയോര ജനതയിലുണ്ടാക്കിയ ആശയക്കുഴപ്പം, ഇതിലൊക്കെ കൂടി എതിർ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നുകയറാമെന്നതാണ് CPIMന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥി നിർണയം തന്നെ ഏറ്റവും പ്രധാനം. അതേസമയം ഇറങ്ങിത്തിരിച്ചാൽ ആകെ കൂടി നഷ്ടക്കച്ചവടമാകും ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഇപ്പോഴേ അറിയാവുന്ന BJP സംസ്ഥാന അധ്യക്ഷന് നിലമ്പൂരിൽ സമയവും പണവും കളയാനില്ല. സംസ്ഥാനം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യമില്ലാതിരിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാകുമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിനുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ചു വരാം. ഇടത് സ്ഥാനാർത്ഥി ഒരാഴ്ചക്കകം തന്നെ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPIM കടന്നു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. നിയോജക മണ്ഡലത്തിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥി വരുമെന്നാണ് MV ഗോവിന്ദൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നിലമ്പൂരിൽ തിരക്കിട്ട ചർച്ചകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ നടത്തുകയാണ്. MV ഗോവിന്ദൻ LDF നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായിട്ട് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ വേണമെന്നും പൊതു സ്വതന്ത്രൻ വേണമെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. പൊതുസമ്മതനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് MV ഗോവിന്ദൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. പൊതുസമ്മതനായിരിക്കും സ്ഥാനാർത്ഥി. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ആദ്യ പരിഗണന M സ്വരാജിനായിരിക്കും. അവരുടെ യുവനേതാവിന് DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ പേരും പരിഗണനയിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഷെറോണ റോയ്, M തോമസ് മാത്യു, U ഷറഫലി എന്നിവരുടെ പേരുകൾ ശക്തമായി തന്നെയും കേൾക്കുന്നുണ്ട്. സ്വതന്ത്ര പരീക്ഷണം, പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി അനുയോജ്യമാണെന്നാണ് ചർച്ചകളിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. BJPക്ക് പക്ഷേ താല്പര്യമില്ല മത്സരിക്കാൻ. നിലമ്പൂരിൽ മത്സരത്തിനില്ല എന്ന നിലപാടിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഉള്ളത്. സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന് ഇതുവരെ ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടരാൻ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശം ആണ് ഉള്ളത്. അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ അനാവശ്യമായി സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പ് എന്ന പ്രസ്താവന ആവർത്തിച്ച് രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് തെറ്റായ സന്ദേശമാകുമെന്ന് ഒരു വിഭാഗം BJPക്ക് അകത്തു നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയില്ലാത്തത് പാർട്ടിയെ ബാധിക്കും എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. നിലമ്പൂരിൽ മത്സരിക്കാൻ BDJSനെ ഏൽപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. 2016 നിലമ്പൂരിൽ മത്സരിച്ച BDJS 10,000-ലേറെ വോട്ട് നേടിയിരുന്നു എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. CPIM എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാകും, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരിക്കും. അതിശക്തമായിട്ട് രാഷ്ട്രീയ പോരാട്ടത്തിന് അവരൊരുങ്ങും. അതിപ്പോൾ M സ്വരാജ് ആണെങ്കിൽ അങ്ങനെ, അല്ല അവിടുത്തെ പ്രാദേശികമായിട്ട് കേൾക്കുന്ന പേരുകളാണെങ്കിൽ അങ്ങനെ, അല്ല അതും ഈ പാർട്ടിക്ക് പുറത്തായിട്ടുള്ള ഏതെങ്കിലും പൊതുസമ്മത സ്ഥാനാർത്ഥിയാണെങ്കിലും ശക്തനായിട്ട് ഒരാളെയായിരിക്കും അവിടെ മത്സരിപ്പിക്കുക. കാരണം വിജയം അവർക്കും അത്യാവശ്യമാണ്. അൻവറിനോടാണ് അവർക്ക് പക തീർക്കാനുള്ളത്. പക്ഷേ BJP അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്. കേൾക്കുമ്പോൾ ശരിയാണല്ലോ, എന്തിനു മത്സരിക്കണമെന്ന് തോന്നലുണ്ടാകുന്ന കാര്യം അവിടെയുണ്ട്. ഹർഷൻ എന്താ വിചാരിക്കുന്ന, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? തീർച്ചയായും ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള സാഹചര്യം അവിടെ LDFനുണ്ട്. എല്ലാ കാലത്തും മലപ്പുറം ജില്ലയിൽ ഇടതുമുന്നണിക്ക് തരക്കേടില്ലാത്ത സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നു തന്നെയാണ് നിലമ്പൂർ. അവിടെ എനിക്ക് തോന്നുന്നത് സനീഷെ, ഇപ്പോൾ M സ്വരാജ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും CPIM M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ CPIMൽ അങ്ങനെ സമ്മതത്തിൻ്റെ ഒരു പ്രശ്നമില്ല എങ്കിൽ കൂടി M സ്വരാജ് സ്ഥാനാർത്ഥിയായാൽ ശക്തമായ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. കാരണം അവിടെ എല്ലാ വിഭാഗങ്ങൾക്കും ഇടയിൽ M സ്വരാജ് അടിസ്ഥാനപരമായി അവിടുത്തെ ഒരു കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ആൾ തന്നെയാണ്. ഒരു കുടിയേറ്റ സ്വത്വം തീർന്ന ആൾ കൂടിയാണ് ആ നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ. അതുകൊണ്ട് കുടിയേറ്റ മേഖലയുടെ സ്വഭാവം എന്താണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും വളരെ നന്നായി അറിയാവുന്നയാളാണ്. ഇപ്പം അങ്ങനെ അതിനകത്തേക്ക് ഞാൻ പരിമിതപ്പെടുത്തുകയല്ല, എങ്കിൽ കൂടി ആ കാര്യത്തിൽ വ്യക്തമായ ധാരണയുള്ളയാളാണ്. രണ്ട്, സ്വരാജ് എടുക്കുന്ന നിലപാടുകൾ, അതായത് പെട്ടെന്ന് ഇപ്പോൾ പാർട്ടി നിലപാട് തന്നെയാണ് സ്വരാജ് പറയുന്നത്, പക്ഷേ അത് കൂടുതൽ വ്യക്തതയോടെ വിശദീകരിക്കാനും കൂടുതൽ ഉറപ്പോടെ പറയാനുമുള്ള പ്രാപ്തി കാണിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് സ്വരാജിന് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അവിടെ സ്വാധീനമുണ്ട്. അത് എല്ലാം വേണമെങ്കിൽ
പ്രയോജനപ്പെടുത്തിയാൽ അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാകും എം സ്വരാജ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി ഷബീറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആലോചനകൾ പറയുകയാണ് കേട്ടോ. ഏതായാലും എന്താണ് എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല. ഷബീറിൻ്റെ കാര്യമായാലും അവിടെ തുടർച്ചയായി ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ ഘട്ടത്തിലായാലും ഒക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഏത് തരത്തിലാണ് ഏറ്റവും താഴെത്തട്ടിൽ ഇടപെടുന്നത് എന്നുള്ളത്. യുവജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യനായ ഒരു നേതാവാണ്. CPM-നുള്ളിൽ ഷബീർ നിന്ന് കഴിഞ്ഞാലും വലിയ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ തോമസ് മാത്യുവിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം നല്ല മത്സരം അവിടെ മുമ്പ് കാഴ്ചവെച്ച ആളാണ്. ചെറിയ വോട്ടുകൾക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ അപരൻ നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു തവണ തോറ്റുപോയത്. ആരോട്? ഈ ആര്യാടൻ ഷൗക്കത്തിനോട് തോറ്റുപോയത്. അല്ലായിരുന്നെങ്കിൽ അന്നേ ജയിക്കാൻ പറ്റുമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അവരൻ കൂടുതൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് അന്ന് പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ജയിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടതുമുന്നണിക്ക് മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥലമാണ്. അല്ലാതെ അൻവർ വന്നതുകൊണ്ട് മാത്രം ഇവിടെ ഒരു വിജയം സാധ്യമായി എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. മാത്രമല്ല അങ്ങനെ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം തോമസ് മാത്യു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നേരത്തെ തന്നെ ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഷറഫലിയുടെ പേരും മുമ്പും ഇതുപോലെ മലപ്പുറത്ത് പല തെരഞ്ഞെടുപ്പ് വേദികളിലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പേരുകൾക്കെല്ലാം തന്നെയാണ് അവിടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇടതുമുന്നണി അവിടെ എന്തായാലും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക തന്നെ ചെയ്യും. പിന്നെ ഒന്ന് BJP-യുടെ നിലപാടാണ് ഈ കാര്യത്തിൽ. അത് ഒട്ടും ഒരു കാര്യമുണ്ട്. BJP ഒരു സാധ്യത, അതായത് 2016 അവിടെ BDJS മത്സരിക്കുന്ന ഘട്ടത്തിൽ, അതായത് BDJS മുന്നണിയിലേക്ക് വരുന്നു. BJPക്ക് പെട്ടെന്നൊരു വളർച്ചയും ഒരു സാധ്യതയും ഒക്കെ ആളുകൾ പ്രാദേശികമായൊക്കെ കൽപ്പിക്കപ്പെടുന്നു. ഈ ഘട്ടത്തിൽ കുടിയേറ്റ മേഖലയിൽ ആ നിലയ്ക്ക് BDJSന് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളുണ്ട് ഈ നിലമ്പൂരിൽ. ഇതെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ NDA നേടിയത് 2016 തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ആ സാധ്യത തന്നെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിക്കൂടായികയില്ല. ഇടയ്ക്ക് ഇവരത് ഏറ്റെടുത്തിരുന്നു. ഈ ചില മണ്ഡലങ്ങൾ BDJS എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് അതിന് കഴിഞ്ഞ BDJSൻ്റെ മണ്ഡലങ്ങളിൽ തന്നെ മുമ്പ് ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. അപ്പോൾ ആ രീതിയിൽ BJP ഏറ്റെടുത്തൊരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് അതായത് 2026 മുമ്പ് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാം എന്നുള്ള ശ്രമം അവിടെ തൽക്കാലം നടത്താനുള്ള സാധ്യതയില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് BJP വളരെ ശക്തമാണ്. പല മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ധാരാളം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താൻ കഴിഞ്ഞു, ഒന്നാമതെത്താൻ കഴിഞ്ഞു. അതൊക്കെ അപ്പോൾ ഈ ഒരു ഇമേജാണ് നിലവിൽ നിൽക്കുന്നത്. ഈ നിലമ്പൂരിൽ മത്സരിക്കാൻ പോയാൽ അവിടെ സംശയം വേണ്ട, അവിടെ ഈ പറയുന്ന 2016 കിട്ടിയ വോട്ട് പോലും കിട്ടാനുള്ള സാധ്യതയില്ല. വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് ഇടിയാനുള്ള സാഹചര്യം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ BJPയുടെ അവസ്ഥ എന്നുള്ള പ്രചാരം ശക്തമാവും. അത് വേണ്ട എന്ന് വയ്ക്കാനാവും ബുദ്ധിമാനായ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുക. അതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്. ഹർഷൻ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വന്നെങ്കിലും അൻവറുമായിട്ട് സെറ്റിൽ ചെയ്തെങ്കിലും അവർ പൂർണ്ണമായിട്ടും വിജയിക്കും എന്ന് പൂർണ്ണമായിട്ട് പറയാവുന്ന നില നിശ്ചയമായിട്ടും ഇപ്പോഴില്ലല്ലോ. എന്ന് മാത്രമേ നമ്മളിവിടെ പൊതുവായിട്ടുള്ള ചർച്ചകളിൽ, പ്രത്യേകിച്ചും ഈ ദിവസങ്ങൾ അങ്ങനെ ഉയർന്നു വരില്ല, അൻവറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ. ഇതുവരെ ഉയർന്നു വരാത്തൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ അങ്ങേയറ്റം മുറിവേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുണ്ട് എന്നതാണ്. അങ്ങേയറ്റം ആഴത്തിൽ മുറിവേറ്റ ആളുകളാണ് അവർ. കാരണം അവർ കടന്നൽ രാജ എന്ന സംസ്ഥാനത്ത് ആകെ അറിയപ്പെടുന്ന CPM-ൻ്റെ അംഗമായിരുന്നില്ലെങ്കിൽ പോലും CPM-നേക്കാൾ സൂപ്പർ CPM ആയിരുന്ന അതിശക്തനായിട്ടുള്ള, ഇങ്ങോട്ട് എടാ എന്ന് വിളിച്ചാൽ പോടാ എന്ന് വിളിക്കുമായിരുന്ന CPM-കാർക്ക് അവരുടെ സംഘടനാ ചട്ടക്കൂടും പാർട്ടി ചട്ടക്കൂടും ഉള്ളതുകൊണ്ട് നേരിട്ട് പോർ വിളിക്കാൻ പറ്റുമായിരുന്നില്ലാത്ത ഈ യൂട്യൂബറെ പോലുള്ള ആളുകളൊക്കെ, ഷായൻസ്കറിയെ പോലുള്ള ആളുകളൊക്കെ അതിശക്തമായിട്ട് നിന്ന് പോരാടിക്കൊണ്ടിരുന്ന ഒരു നേതാവ് കിട്ടിയിട്ട് അതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് ഉറച്ചു നിന്ന CPM-കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ, അവരെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ അൻവർ ചെയ്തത്. അൻവർ ആദ്യം ഉയർത്തിയ വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉയർത്തപ്പെടേണ്ട വിഷയമല്ലേ എന്ന് ഒരുപക്ഷെ കുറേ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാകും. ഉയർത്തി അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടി വന്നതുകൊണ്ട്, പിണറായിയുടെയും മറ്റും ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടിയും മറ്റും വന്നതുകൊണ്ട് അദ്ദേഹം മുറിവേറ്റ് കുറച്ച് ശക്തമായിട്ട് പറയുന്നതല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും. അവർ അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടാകും. പക്ഷേ അതും കൂടെ കടന്ന PV അൻവർ പിന്നെ ഇന്നത്തെ നിലപാടല്ല നാളെ എന്ന് പറഞ്ഞ് നേരെ മറ്റൊരു സ്ഥലത്തേക്ക്, അവർക്കറിയാത്തൊരു PV അൻവറായിട്ട് മാറി. അവരതുവരെ കാണാത്തൊരു PV അൻവറായിട്ട് നേരെ മാറി. CPM-ൻ്റെ സംഘടനാ ചട്ടക്കൂടും CPM-ൻ്റെ സംഘടനാ വർത്തമാനങ്ങളും രീതിയും ഭാഷയും ഒക്കെ CPM-കാരേക്കാൾ മികച്ച തോതിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്ന അൻവർ പിണറായി വിജയനെയും മരുമോനിസ്തയൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് പോയി നിന്നു, അപ്പുറത്തേക്ക് പോയി നിന്നു. അവരുടെ കൂടെ മുന്നിൽ നിന്ന് ക്യാപ്റ്റനായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആൾ അപ്പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് കളിക്കുന്ന, അതും ഭയങ്കര മോശമായിട്ട് കളിക്കുന്ന രീതി എത്തി. അവിടെ ഈ മുറിവേറ്റ പ്രവർത്തകർ, ആ പ്രവർത്തകർ കൂടെ വെയിലും മഴയും കൊണ്ട് നടന്നിട്ടാണ് ഈ PV അൻവറിനെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു കൊടുത്തതെന്ന് ഓർക്കണം. പക്ഷേ അവർ
ഒരു നല്ല സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് ആ രോഷം തീർക്കണം. അങ്ങനെ പറ്റുകയാണെങ്കിൽ CPM-ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി M. സ്വരാജ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ നിലപാട്, അദ്ദേഹം ആ നിലയ്ക്ക് ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ്, ചെറുപ്പക്കാരുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്, കേരളം മുഴുവൻ ആരാധകരുള്ള ആളാണ്, എന്നാൽ CPM-ൻ്റെ പരമമായിട്ടുള്ള പ്രധാനപ്പെട്ട ബോഡിയിൽ തന്നെ ഇരിക്കുന്ന നേതാവുമാണ്. എന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ല നിലക്ക് മറുപടി കൊടുക്കാൻ വാക്സാമർത്ഥ്യമുള്ള ആളുമാണ്. അതുകൊണ്ട് M. സ്വരാജ് വന്നാൽ കൊള്ളാമെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നു, അവർ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഹർഷം പറഞ്ഞ കാര്യം ഇവിടെയുണ്ട്, M. സ്വരാജിനേക്കാൾ ഒട്ടും കുറഞ്ഞ ആളുകളല്ല ആ പ്രദേശത്ത് സംബന്ധിച്ചിടത്തോളം മറ്റ് നേതാക്കൾ. അതുകൊണ്ട് വളരെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സ്ഥാനാർത്ഥി BJP-യുടെ കാര്യം പറഞ്ഞാൽ BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത്, ഞാൻ ഇപ്പോൾ BDJs ആണെങ്കിലും മത്സരിക്കുന്നതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, മത്സരിക്കാതിരുന്നാൽ അത് സമീപകാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ ബ്ലണ്ടർ ആയേനെ. പെഹൽഗാം ആക്രമണം അവിടെ നടന്നിട്ട് അവരുടെ രാഷ്ട്രീയം പറയേണ്ടുന്ന ഒരു രാഷ്ട്രീയ വേദിയിൽ അപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ, ഒരു മണ്ഡലത്തിൽ നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മറ്റുമൊക്കെ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കൂ. അതാണ് അവർ ആലോചിക്കുന്നത്. CPIM-ൻ്റെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ മുഖമായ സാക്ഷാൽ പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. പിണറായി സത്തിന് അന്ത്യം കുറിക്കുമെന്നാണ് അൻവർ തരം കിട്ടുമ്പോഴെല്ലാം ആവർത്തിക്കുന്നത്. പതിറ്റാണ്ടുകളായി കാത്ത് പിന്നെ കൈമോശം വന്ന കോട്ട തിരികെ പിടിക്കാൻ PV അൻവറിൻ്റെ ഈ വീറും വാശിയും ഉപകാരപ്പെടുമെന്ന് UDF ക്യാമ്പും കണക്ക് കൂട്ടുന്നുണ്ടാകും. അല്പസ്വല്പം നീക്കുപോക്കുകൾക്ക് തയ്യാറായും അൻവറിനെ കൂടെ നിർത്തണമെന്ന് അവർ കരുതുന്നതും അതുകൊണ്ട് തന്നെ. ഇതേ കാരണം കൊണ്ട് തന്നെ CPIM-ന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറം പ്രധാനമാണ്. സീറ്റ് നിലനിർത്തുക മാത്രമല്ല, PV അൻവറിന് രാഷ്ട്രീയമായ തിരിച്ചടി കൊടുക്കുകയും വേണം. അൻവർ കോൺഗ്രസിനുണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ എൻകാഷ് ചെയ്യണം. ഒപ്പം രാഷ്ട്രീയ പോരാട്ടത്തിന് കെൽപ്പുള്ളൊരു സ്ഥാനാർത്ഥിയാകും ഇടതുപാളയം ഉയർത്തിക്കാട്ടുക എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ടാകാം UDF പ്രഖ്യാപിച്ചല്ലോ എന്ന് കരുതി അതിവേഗം ഒരു പേരിലേക്ക് CPIM എത്തിച്ചേരാത്തതും. ഈ പോരാട്ടത്തിൽ അവർക്കേറെ ചിന്തിക്കാനുണ്ട്. ഇടപെട്ടാലും പരിശ്രമിച്ചാലും വലിയ നേട്ടമൊന്നും നിലമ്പൂരിൽ ഉണ്ടാക്കാനാകില്ല എന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവരുടെ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.